ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂഡാമണി. കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിപ്പോൾ നാരായണീയത്തിലത്തെ രണ്ടാമത്തെ ദശകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത് സ്വരൂപ വർണ്ണനം. നമ്മൾ 8 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 9ാമത്തെയാണ് കേട്ടോ പഠിക്കുന്നത്. നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഭക്തിയോഗമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി കർമ്മയോഗം, ജ്ഞാനയോഗം, ഇതിനെക്കുറിച്ചൊന്ന് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അടുത്ത 2 ശ്ലോകത്തിൽ പറയാണ് കേട്ടോ. ശ്ലോകം നമുക്ക് ചൊല്ലാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പഠിച്ചത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഹൃദിസ്ഥാവുള്ളൂ. മാത്രമല്ല അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട് നന്നായിട്ട് ഭക്തി ഉള്ളിൽ കിട്ടും ചെയ്യും കേട്ടോ. നമുക്കത് ചൊല്ലാം കേട്ടോ. ഒന്ന് നോക്കൂ. ശ്ലോകം ചൊല്ലാം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാ ബോധേ ഭക്തിപഥേധവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുഃ ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഇതിലെഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ എല്ലാവരും. കാരണം ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ പദച്ഛേദം ചെയ്യുന്നത്. എങ്ങനെയാണ് പദങ്ങൾ പിരിക്കണത് എന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത്യായാസകരാണി അത് ഒറ്റപ്പദമാണ്. കർമ്മപടലാനി ആചര്യ, കർമ്മപടലാന്യാചര്യ. നിർയന്മല എന്നേ ഉള്ളൂ. അപ്പുറത്ത് 2 വിസർഗം ഉണ്ട് കേട്ടോ. നിർയന്മലാഹ ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി. 3-4 വാക്കുകളുണ്ട്. ഭക്തിപഥേധവാപ്യുചിതതാമായാന്തി. ഭക്തിപഥേ എഫ് പോലത്തെ ചിഹ്നത്തിൻ്റെ അർത്ഥം ആ എന്ന അക്ഷരത്തിന് പകരമാണ് ഇത് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തിപഥേ അഥവാ അപി അഥവാപി, അഥവാപി പ്ലസ് ഉചിതതാം അഥവാപ്യുചിതതാം ആയാന്തി. ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവതാ. അടുത്ത വരി. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുഃ ബ്രഹ്മാഖ്യമന്യേ, ബ്രഹ്മാഖ്യം പ്ലസ് അന്യേ, ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ. പുനഃ വിസർഗം. ചിത്താർദ്രത്വം, പുനഃ ചിത്താർദ്രത്വം, പുനശ്ചിത്താർദ്രത്വം. പിന്നെ ഹൃദേ അ ആ ഇ ഈ ഉ ഊ എറ്, ആ എറാണ് കേട്ടോ. ഹൃദേ, ഹൃദേ. ചിത്താർദ്രത്വം ഹൃദേ, ചിത്താർദ്രത്വം ഹൃദേ. വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി, ബഹുഭിഃ പ്ലസ് സിദ്ധ്യന്തി. ആ വിസർഗം പോയിട്ട് സായ ഇരട്ടിക്കേണ്ടതാണ് ഇവിടെ. ബഹുഭിഃ വിസർഗാണ്. അത് കഴിഞ്ഞാൽ ഒരു സായ ഉള്ളൂ. സിദ്ധ്യന്തി ജന്മാന്തരൈഹി. ഒരു വട്ടം കൂടി ഞാൻ പദച്ഛേദം അറിയാം. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മലാഹ
ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുഃ ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്താർദ്രത്വം ഋതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. അപ്പം പദച്ഛേദം കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് അത്യായാസകരാണി. അത്യായാസകരമായ, ആയാസം എന്ന് വെച്ചാൽ പ്രയാസം, ബുദ്ധിമുട്ടുള്ളത്. അത്യായാസം എന്ന് വെച്ചാൽ വളരെയധികം ആയാസകരമായ, പ്രയാസമേറിയ എന്നർത്ഥം. അത്യായാസകരാണി വളരെയധികം പ്രയാസമേറിയ. കർമ്മപടലാനി കർമ്മം ജോലി എന്നർത്ഥം. പടലം കൂട്ടം, ഒരുപാട് കർമ്മങ്ങൾ, വളരെ പ്രയാസമേറിയ കർമ്മങ്ങൾ. ആചരിച്ചിട്ട്, ചെയ്തിട്ട്. നിര്യന്മലാഹ മലം എന്ന് വെച്ചാൽ അഴുക്ക്. നിര്യന്മലാഹ മലം അകന്നവരായിട്ട്, മാലിന്യം അകന്നവരായിട്ട് വെച്ചാൽ മനഃശുദ്ധി കൈവന്നവരായിട്ട്. വളരെ പ്രയാസമേറിയ കർമ്മയോഗം എന്ന് പറയില്ലേ, കർമ്മയോഗത്തിലൂടെ ഭഗവാനിലേക്ക് എത്താനായിട്ട് നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ഈ കർമ്മയോഗം എന്ന് വെച്ചാൽ എളുപ്പമുള്ള പണിയല്ല. വളരെയധികം പ്രയാസമേറിയ കർമ്മങ്ങൾ ആചരിച്ചിട്ട് അപ്പോൾ അവരുടെ മനസ്സിലെ മാലിന്യമൊക്കെ അകന്നു പോകും. മാലിന്യം അകന്നവരായിട്ട്, നിര്യന്മലാഹ മാലിന്യമകന്നവരായിട്ട്, മനഃശുദ്ധി കൈവന്നവരായിട്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അവർക്ക് ബോധേ എന്ന് വെച്ചാൽ ബോധം വെച്ചാൽ അറിവല്ലേ, ജ്ഞാനയോഗത്തിനോ അഥവാ അല്ലെങ്കിൽ ഭക്തിപഥത്തിലോ ഭക്തിയോഗത്തിലോ അബി എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ പ്രയാസമേറിയ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലത്തെ മാലിന്യമൊക്കെ അകന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് ജ്ഞാനയോഗത്തിലോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിലോ ഉചിതതാം ആയാന്തി, ഉചിതതയെ ഔചിത്യത്തെ ആയാന്തി വന്നു ചേരുന്നു, ഔചിത്യം വന്നു ചേരുന്നു വെച്ചാൽ ഔചിത്യം പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ യോഗ്യതയുള്ളവരായി തീരുന്നു എന്നർത്ഥം. ഇങ്ങനെ കഷ്ടപ്പെട്ട് കർമ്മങ്ങളുടെ കൂട്ടം, ഒരുപാട് കർമ്മങ്ങൾ, പ്രയാസമേറിയ കർമ്മങ്ങൾ ചെയ്താൽ മനസ്സിനുള്ളിലുള്ള മാലിന്യമൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, മനഃശുദ്ധി കൈവന്നാൽ ഒന്നുകിൽ ജ്ഞാനയോഗത്തിലോ അതല്ലെങ്കിൽ ഭക്തിയോഗത്തിലോ യോഗ്യതയുള്ളവരായി തീരുന്നു. കിം താവതാ കിം എന്ന് വെച്ചാൽ എന്ത് എന്നർത്ഥം. താവതാ അതുകൊണ്ട്, കിം എന്ത് പ്രയോജനം. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചൂല്ലേ, ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ഭക്തി മാർഗത്തിൽ കൂടെ നമുക്ക് മുക്തി കിട്ടും എന്നൊക്കെ നേരത്തെ മുന്നത്തെ ശ്ലോകങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ടും ചില ആൾക്കാർ ഇതാ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണത്? അവർ അത്യായാസകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മനഃശുദ്ധി കൈവരുന്നതിന് ശേഷം അവർക്ക് ജ്ഞാനയോഗത്തിലോ ഭക്തിയോഗത്തിലോ യോഗ്യതയുള്ളവരായിത്തീരുന്നു. അതുകൊണ്ട് എന്താ പ്രയോജനം? ക്ലിഷ്ട്വാ തർക്കപഥേ, ക്ലിഷ്ട്വാ എന്ന് വെച്ചാൽ ക്ലേശിച്ചിട്ട്, വളരെയധികം ബുദ്ധിമുട്ടിയിട്ട്. തർക്കപഥേ അടുത്ത ഒരു കാര്യമാണ് ജ്ഞാനയോഗം. മറ്റൊരു തരത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാണ്ട് ജ്ഞാനയോഗത്തിലേക്ക് നേരിട്ട് കടക്കാൻ എന്താ ചെയ്യണമെന്നറിയോ അവർ? തർക്കപഥേ ക്ലിഷ്ട്വാ, തർക്കം എന്ന് വെച്ചാൽ യുക്തി എന്നൊക്കെ പറയില്ലേ, യുക്തി ചിന്ത കൊണ്ട് എന്നർത്ഥം. ക്ലിഷ്ട്വാ വിഷമിച്ചിട്ട്. ഈസിയായിട്ട് നമുക്ക് ഭഗവാനിലെത്താൻ ഒരു ഭക്തി മാത്രം മതി. പക്ഷെ ചില ആൾക്കാർ ഭക്തി പോരാ, അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് പോരാന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു അവർ ജ്ഞാനയോഗത്തിൽ പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്താണ് ജ്ഞാനയോഗത്തിലേക്ക് പോകുമ്പോൾ? തർക്കപഥത്തിൽ ക്ലിഷ്ട്വാ, യുക്തി ചിന്തകൾ കൊണ്ട് വിഷമിച്ചിട്ട്. ചിത്താർദ്രത്വം ഹൃദേ, തർക്കം വന്നാൽ അവർക്ക് ചിത്താർദ്രത്വം ഉണ്ടാവില്ല, മനസ്സ് അലിയില്ല. ചിത്താർദ്രത്വം ഹൃദേ എന്ന് വെച്ചാൽ കൂടാതെ. ചിത്താർദ്രത്വം മനസ്സിനുള്ള ആർദ്രത, മനസ്സിനുള്ള അലിവ്. ഹൃദേ കൂടാതെ, മനസ്സലിയാത്തവരായിട്ട്. പുനഃ പിന്നെ
അന്യേ വേറെ ചില ആൾക്കാർ തർക്കപഥേ ക്ലിഷ്ടുവ തർക്കപഥത്തിൽ യുക്തിചിന്തകൾ കൊണ്ട് ക്ലിഷ്ടുവ ക്ലേശിച്ചിട്ട് വിഷമിച്ചിട്ട് ചിത്താർദ്രത്വം ഹൃദേ മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മാഖ്യം ബ്രഹ്മം എന്ന് ആഖ്യയുള്ള പേരുള്ള ബ്രഹ്മം എന്ന് പറയുന്ന പരബ്രഹ്മം എന്ന് പറയുന്ന തവ അങ്ങയുടെ നിൻ്റെ പരം വപുഹു പരമമായ ഉത്കൃഷ്ടമായ വപുഹു വപുസ്സിനെ ശരീരത്തെ രൂപത്തെ സ്വരൂപത്തെ എന്നർത്ഥം. നമ്മൾ നേരത്തെ ഭഗവാനെ പറ്റി പറഞ്ഞു, പരബ്രഹ്മം എന്നാണ് പറയുക അല്ലേ, പരബ്രഹ്മമാണ് ഭഗവാന്റെ രൂപം തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ജ്ഞാനമാർഗത്തിലേക്ക് അങ്ങനെ പോയിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ തർക്കങ്ങൾ വരികയാണ്, യുക്തിചിന്തകൾ വരികയാണ്. അപ്പോൾ യുക്തിചിന്തകൾ കൊണ്ട് വിഷമിച്ചിട്ട് മനസ്സലിയാത്തവരായിട്ട് ബ്രഹ്മം എന്നു പേരുള്ള പരബ്രഹ്മം എന്നു പേരുള്ള അങ്ങയുടെ ആ ഉത്കൃഷ്ടമായ സ്വരൂപത്തെ ചിന്തിച്ചിട്ട് ധ്യാനിച്ചിട്ട് ബഹുഭിഹി ജന്മാന്തരൈഹി സിദ്ധ്യന്തി വളരെയധികം ജന്മാന്തരങ്ങൾ കൊണ്ട് ഒരുപാട് ജന്മങ്ങൾ കൊണ്ട് ഒരു ജന്മം കൊണ്ട് ഇത് പൂർത്തിയാവില്ല, ഈ ജ്ഞാനം പൂർത്തിയാവില്ല. തർക്കപഥത്തിൽ പോയിട്ട് അങ്ങനെ യുക്തിചിന്തകൾ ഇങ്ങനെ വീണ്ടും വന്ന് അങ്ങനെ അവരുടെ മനസ്സലിയണമില്ല. അങ്ങനെ വീണ്ടും ചിന്തിച്ച് ഒരു ജന്മം കൊണ്ടൊന്നും അവർക്ക് മുക്തി ലഭിക്കുന്നില്ല. അപ്പോൾ ബഹുഭിഹി ജന്മാന്തരൈഹി അനേകം ജന്മങ്ങൾ കൊണ്ട് സിദ്ധിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭക്തിയോഗമാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും എളുപ്പമുള്ളത് എന്ന് 8ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി കർമ്മയോഗം പിന്നെ ജ്ഞാനയോഗം അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇതിലൊന്നുകൂടി സമർത്ഥിക്കുന്നത്. കർമ്മയോഗം പറഞ്ഞല്ലോ, അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ, വളരെ ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഈ കർമ്മയോഗത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ ശാരീരികമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ചെയ്തു കഴിഞ്ഞ ഒരു ഗുണമുണ്ട്, അവരുടെ മനസ്സ് നിർമ്മലമാവും. നിര്യന്മലാഹ, മനസ്സ് മലമകന്ന് മനഃശുദ്ധി കൈവരുന്നു. നേരത്തെ എഴുന്നേൽക്കുക, ദേഹശുദ്ധി വരുത്തുക, ധ്യാനം ചെയ്യുക, ഉപവാസം അനുഷ്ഠിക്കുക, ഭഗവാന്റെ ഭക്തി ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഉള്ള മാലിന്യമൊക്കെ പോകും, മനഃശുദ്ധി കൈവരും. മനഃശുദ്ധി കൈവന്നാൽ ഒരു പക്ഷേ ഭക്തിയോഗത്തിലേക്കോ ജ്ഞാനയോഗത്തിലേക്കോ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ വീണ്ടും ജ്ഞാനയോഗത്തെ പറ്റി പറയുകയാണ്. ജ്ഞാനയോഗം എങ്ങനെയാണ്? ക്ലിഷ്ട്വാ തർക്കപഥേ ക്ലിഷ്ട്വാ തർക്കപഥത്തിൽ യുക്തിചിന്തകൾ കൊണ്ട് ക്ലേശിച്ചിട്ട് പരം തവ വപുഹു പരമമായ അങ്ങയുടെ പരബ്രഹ്മമാകുന്ന അങ്ങയുടെ വപുഹു വപുസ്സിനെ ശരീരത്തെ അങ്ങയുടെ സ്വരൂപത്തെ, അതിൻ്റെ പേരെന്താ? ബ്രഹ്മാഖ്യം പരബ്രഹ്മം എന്നു പേരുള്ള അങ്ങയുടെ വപുസ്സിനെ വിചിന്യ ധ്യാനിച്ചിട്ട് ബഹുഭിഹി ജന്മാന്തരൈഹി ഒരുപാട് ജന്മങ്ങൾ കൊണ്ടാണ് സിദ്ധ്യന്തി മോക്ഷം സിദ്ധിക്കുന്നത് എന്ന് അർത്ഥം. ശ്ലോകം ഒന്ന് വായിക്കാം നമുക്ക് ഒന്നുകൂടി. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാഹ ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഹി. ഒന്നുകൂടി പറയാം. അത്യായാസകരമായ വളരെയധികം പ്രയാസമേറിയ കർമ്മ സമൂഹം, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് മനഃശുദ്ധി കൈവന്നവരായ ചില ആൾക്കാർ ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ യോഗ്യതയുള്ളവരായിട്ട് തീരുന്നു. കിം താവത, അതുകൊണ്ടെന്താ കാര്യം? പുനഃ പിന്നെ അന്യേ വേറെ ചിലർ തർക്കപഥേ ക്ലിഷ്ട്വാ യുക്തിചിന്തകൾ കൊണ്ട് വിഷമിച്ചിട്ട് ചിത്താർദ്രത്വം ഹൃദേ മനസ്സലിയാത്തവരായിട്ട്
ബ്രഹ്മാഖ്യം ബ്രഹ്മമെന്ന് പറയുന്ന തവ അങ്ങയുടെ പരം വപുഹു ആ പരമമായ ഉത്കൃഷ്ടമായ വപുസ്സിനെ സ്വരൂപത്തെ വിചിന്യ ചിന്തിച്ചിട്ട് ധ്യാനിച്ചിട്ട് ബഹുഭിഹി ജന്മാന്തരൈഹി അനേകം ജന്മങ്ങൾ കൊണ്ട് സിദ്ധ്യന്തി സിദ്ധിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന്. ഇപ്പം അർത്ഥം മനസ്സിലായിണ്ടാവും അല്ലേ? നമ്മൾ ചൊല്ലാം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാബോധേ ഭക്തിപഥേധവാപ്യുചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈ. അടുത്ത ശ്ലോകം. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യഃ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. ഒരു വട്ടം കൊണ്ട് ചൊല്ലാം. ത്വൽഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യഃ സിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. പദച്ഛേദം പറയാം. ഈ വരികളിലേക്ക് നോക്കിയാൽ പദച്ഛേദം എന്നോടൊപ്പം പറയാം കേട്ടോ. ത്വൽഭക്തിസ്തു ത്വൽഭക്തിഹി പ്ലസ് തു ത്വൽഭക്തിഹി പ്ലസ് തു ത്വൽഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന ഒറ്റ വാക്കാണ് കേട്ടോ. കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതഃ തന്വതി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി വിമലപ്രബോധപദവീം അക്ലേശതഃ തന്വതി. വരിയിലേക്ക് നോക്കൂട്ടാ. സദ്യഃ സിദ്ധികരി സദ്യഃ സിദ്ധികരി സദ്യഃ വിസർഗാണ്. ആ വിസർഗം പോയിട്ട് അടുത്ത സ ഇരട്ടിക്കുകയാണ്. സദ്യഃ സിദ്ധികരി സദ്യഃ സിദ്ധികരി ജയത്യൈ വിഭോ ജയതി ഐ ജയത്യൈ വിഭോ സൈവാസ്തു സാ പ്ലസ് ഏവ പ്ലസ് അസ്തു സാ ഏവ സൈവ പ്ലസ് അസ്തു സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രത ഒറ്റ വാക്കാണ്. ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര. പദച്ഛേദം മനസ്സിലായി കാണും. ഇനി നമുക്ക് ഓരോരോ വാക്കുകളായിട്ട് അർത്ഥം പറയാം. ത്വൽഭക്തിഹി തു ത്വൽഭക്തി ത്വത് ഭക്തി ത്വൽഭക്തി ത്വത് നിന്നിലുള്ള ഭക്തി അങ്ങയിലുള്ള ഭക്തി ത്വൽഭക്തി തു എന്ന് വെച്ചാൽ ആകട്ടെ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന കഥാരസം ഭഗവത് കഥകൾ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രസം കഥാരസം. കഥാരസം എന്ന് വെച്ചാൽ അർത്ഥം ഭഗവാന്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രസമാണ് കഥാരസം. ആ രസം അമൃതമാണ്. അമൃതിൻ്റെ ഝരി നിർജ്ജരമാണ്, ഒഴുക്കാണ്, പ്രവാഹമാണ്. ഭഗവാന്റെ കഥകൾ പറയുകയും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രസമുണ്ടല്ലോ, അതൊരു അമൃത പ്രവാഹമാണ്.
ആ അമൃതപ്രവാഹത്തിൽ നിർമ്മജ്ജനം ചെയ്താൽ, മജ്ജനം ചെയ്യുക വെച്ചാൽ മുങ്ങുക. നദിയിൽ നമ്മൾ മുങ്ങും, പ്രവാഹത്തിൽ നമ്മൾ മുങ്ങും. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഉണ്ടാകുന്ന രസമാകുന്ന ആ അമൃത പ്രവാഹത്തിൽ നിർമ്മജ്ജനം ചെയ്യുന്നത് കൊണ്ട്, മുങ്ങുന്നത് കൊണ്ട് സ്വയമേവ സിദ്ധ്യന്തി സിദ്ധിക്കുന്നതാണ്. നിന്റെ ഭക്തി സിദ്ധ്യന്തി ഇങ്ങനെ സിദ്ധിക്കുന്നതാണ്. എങ്ങനെ സിദ്ധിക്കുന്നതാണ്? ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുഴുകുന്നത് കൊണ്ട് സ്വയം സിദ്ധിക്കുന്നതാണ്, സ്വയം വന്നു ചേരുന്നതാണ് അങ്ങയിലുള്ള ഭക്തി. പിന്നെയുണ്ടല്ലോ, വേറെ പറയുന്നു, വിമല പ്രബോധ പദവീം അക്ലേശതസ്തന്വതി. വിമല പ്രബോധ പദവീം, വിമലമായ ശുദ്ധമായ പ്രബോധം, ബോധം ജ്ഞാനം, പ്രബോധം ഉത്കൃഷ്ടമായ ശുദ്ധമായ ആ ബ്രഹ്മജ്ഞാനം ഉണ്ടല്ലോ, ആ ബ്രഹ്മജ്ഞാനത്തിൻ്റെ പദവിയെ, ബ്രഹ്മജ്ഞാനത്തിൻ്റെ മാർഗത്തെ അക്ലേശത ഒരു ക്ലേശവും കൂടാതെ തന്വതി ചെയ്യുന്നതാണ്, കൊടുക്കുന്നതാണ് എന്നർത്ഥം. വിമലമായ ശുദ്ധമായ പ്രബോധ പദവിയെ, ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള മാർഗത്തെ ഒരു ക്ലേശവും കൂടാതെ തുറന്നു കൊടുക്കുന്നതുമാണ് അങ്ങയോടുള്ള ഭക്തി. സദ്യഃ സിദ്ധികരീ, സദ്യഃ പെട്ടെന്ന് തന്നെ, ക്ഷണത്തിൽ തന്നെ, സിദ്ധികരീ സിദ്ധിയെ മുക്തിയെ ചെയ്യുന്നതാണ്, മുക്തി ലഭിക്കാൻ എളുപ്പമുള്ളതാണ്. ഭഗവാനോടുള്ള ഭക്തിക്ക് 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട് നമുക്ക് അത് സ്വയം വന്നു ചേരുന്നതാണ് ആ ഭക്തി. മറ്റൊന്ന്, ഉത്കൃഷ്ടമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിനുള്ള മാർഗത്തെ ഒരു പ്രയാസവും കൂടാതെ തുറന്നു കൊടുക്കുന്നതാണ് അങ്ങയോടുള്ള ഭക്തി. മൂന്നാമത്, ആ ഭക്തിയുടെ പ്രത്യേകത സദ്യഃ സിദ്ധികരീ, ക്ഷണനേരം കൊണ്ട് പെട്ടെന്ന് തന്നെ മുക്തിയെ കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഭക്തി ജയിക്കുന്നു. അയി വിഭോ വാതാലയാധീശ്വര, അയി അല്ലയോ വിഭോ ഭഗവാനേ, സർവശക്തനായ ഭഗവാനായ വാതാലയാധീശ്വര, വാതം കാറ്റ്, വായു, ആലയം കേഹം മന്ദിരം, വായുമന്ദിരേശ വാതാലയാധീശ്വര, വായുമന്ദിരേശ ഗുരുവായൂരപ്പ, സൈവാസ്തു ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാദ്രുതതരം. സാ അത്, അങ്ങനെയുള്ള ഭക്തി, എങ്ങനെയുള്ള ഭക്തിയാണ്? ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രത മേ ദ്രുതതരം അസ്തു, അങ്ങനെയുള്ള ഭക്തി. ത്വൽപദം നിന്റെ പദം, അങ്ങയുടെ പദം, പദം ച പാദം എന്നർത്ഥം. അങ്ങയുടെ പാദങ്ങളിൽ ഉള്ള, അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള പ്രേമപ്രൗഢി, പ്രേമമാകുന്ന, ഉത്കൃഷ്ടമായ പ്രേമമാകുന്ന, ഇഷ്ടമാകുന്ന, പ്രീതിയാകുന്ന അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള വർദ്ധിച്ച പ്രേമമാകുന്ന രസാർദ്രത, രസം കൊണ്ടുള്ള ആർദ്രത, സൈവാസ്തു സാ ഏവ അത് തന്നെ, സാ ഏവ ആ ഭക്തി തന്നെ. എങ്ങനെയുള്ള ഭക്തിയാണ്? അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള ഉത്കൃഷ്ടമായ പ്രേമമാകുന്ന രസം കൊണ്ട് ആർദ്രമായ ആ ഭക്തി മേ എനിക്ക് ദ്രുതതരം, വളരെ വേഗത്തിൽ, ദ്രുതം എന്ന് വെച്ചാൽ വേഗത്തിൽ, ദ്രുതതരം അതിവേഗത്തിൽ, അസ്തോസ് ഉണ്ടാകട്ടെ. എനിക്ക് ഭക്തി മാത്രം മതി ഈശ്വരാന്ന്. കർമ്മയോഗം വേണ്ട, എനിക്ക് ജ്ഞാനയോഗം വേണ്ട, ഭക്തി മാത്രം മതി. ആ ഭക്തി എനിക്ക് വേഗം ഉണ്ടാവട്ടെ എന്ന്. ഒന്നുകൂടി അന്വയക്രമത്തിന് അർത്ഥം പറയാം. ത്വൽ ഭക്തി ഹി തോ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ, കഥാരസാമൃതധരീ നിർമ്മജ്ജനേന ഭഗവത് കഥകൾ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രസമാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങുന്നതുകൊണ്ട് സ്വയം സിദ്ധ്യന്തി സ്വയം വന്നു ചേരുന്നതാണ്. പിന്നെയോ വിമല പ്രബോധ പദവീം അക്ലേശതഃ തന്വതി ശുദ്ധമായ ബ്രഹ്മജ്ഞാനമാർഗത്തെ അക്ലേശതഃ ക്ലേശം കൂടാതെ
തന്വതി തുറന്നു കൊടുക്കുന്നതും ആണ്. പിന്നെയോ സദ്യഃ സിദ്ധികരി വളരെ പെട്ടെന്ന് മോക്ഷത്തെ ചെയ്യുന്നതുമാണ്, മുക്തിയെ കൊടുക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഭക്തി ജയതി ജയിക്കുന്നു. അയി വിഭോ വാതാലയാധീശ്വര അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രത സാ ഏവ ഭക്തി. അങ്ങയുടെ തൃപ്പാദങ്ങളിലുള്ള ഉത്കൃഷ്ടമായ പ്രേമമാകുന്ന രസം കൊണ്ടുള്ള ആർദ്രത ആകുന്ന ആ ഭക്തി തന്നെ, സാ ഏവ ഭക്തി, ആ ഭക്തി തന്നെ മേ എനിക്ക് ദ്രുതതരം വളരെ പെട്ടെന്ന് അസ്തു ഉണ്ടാകട്ടെ എന്ന്. ജ്ഞാനയോഗത്തിലേക്കും അല്ലെങ്കിൽ കർമ്മയോഗത്തിലേക്കും ഒന്നും എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം സാധാരണക്കാർക്ക് പറ്റണ കാര്യമല്ല കർമ്മയോഗവും അല്ലെങ്കിൽ ജ്ഞാനയോഗമൊന്നും. അതിന് കഠിനമായ പ്രയത്നം ചെയ്യണം. ഏത് പാമരനായാലും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാന്റെ കഥകൾ പറയാനും ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ പാടാനും അങ്ങയുടെ കീർത്തനങ്ങൾ ചൊല്ലാനും സ്ഥിരമായിട്ട് അതിൽ ലയിക്കും ചെയ്താൽ മാത്രം മതി. ഭഗവാനോടുള്ള ഭക്തി ഒന്ന് മാത്രം മതി നമുക്ക് മോക്ഷം കിട്ടാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം, ഏറ്റവും നല്ലതും ഏറ്റവും എളുപ്പവും ഭക്തിയോഗം തന്നെയാണ്. ആ ഭക്തി എനിക്ക് എത്രയും വേഗത്തിലുണ്ടാവട്ടെ ഭഗവാനേ എന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു ദശകം ഇവിടെ അവസാനിക്കുകയാണ്. ഭഗവാന്റെ രൂപവർണ്ണന, ഭഗവാൻ ലക്ഷ്മി വസിക്കുന്നു, ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ, ഭഗവാനെ കീർത്തനങ്ങൾ ചൊല്ലുന്നവർ, കഥകൾ പറയുന്നവർ ലക്ഷ്മി സ്ഥിരമായിട്ട് വസിക്കും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇത് മൂന്നിൻ്റെയും കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ട് ഇതിലേറ്റവും എളുപ്പമുള്ളത് ഭക്തിയോഗമാണ്. ആ ഭക്തി തന്നെ മാത്രം മതി എനിക്ക് മോക്ഷം കിട്ടാൻ. ഭഗവാനെ എനിക്ക് എത്രയും വേഗം ഭക്തി തരണേ എന്ന് പറഞ്ഞ് മേൽപ്പത്തൂരിവിടെ രണ്ടാമത്തെ ദശകം അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത ദശകം നാളെ ചൊല്ലാം. ഒരു പ്രാവശ്യം കൂടി വായിക്കാം അല്ലേ. ത്വൽഭക്തിസ്തു കഥാരസാമൃതധരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യഃ സിദ്ധികരീ ജയത്യയി വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.